പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവപുത്രനായ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നാണ് പഠിപ്പിച്ചത്. ഫിലിപ്പി 2:10 യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സകല മനുഷ്യരും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് അധരം വഴി ഏറ്റു പറയുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ദൈവരാജ്യം? റോമ 14:17 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. മത്തായി 6:63 യേശു പറയുന്നു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നാം എല്ലാവരും പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. നമ്മോട് യേശു പറയുന്നു: എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്നു വിചാരിച്ച് നിങ്ങൾ ആകുലരാകരുത്. ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ദൈവത്തിലും യേശുവിലും വിശ്വാസമാണ്. അതാണ് യോഹന്നാൻ 14:1 യേശു പറയുന്നുണ്ട്: ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുവാനും ദൈവ അനുഭവം ഉണ്ടാകാനും അത് കാരണമാകും. നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ജീവിതത്തിൽ പതറിപ്പോകുന്നത്. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 14:18 യേശു പറഞ്ഞു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ഒപ്പമായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന്. ഈ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കും. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ തിരുമനസ് എന്താണ്? അത് വ്യക്തമാക്കി തരുന്നതും പരിശുദ്ധാത്മാവാണ്. എല്ലാവരും സത്യദൈവത്തെ അറിയണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോസ്തല പ്രവർത്തനം 4:12 പരിശുദ്ധാത്മാവ് പറയുന്നു: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്: മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക നാമം യേശുനാമം ആണ്, മറ്റാരിലും രക്ഷയില്ല. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നാം ഈ ലോകത്തിൽ ജീവിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.